അമാസ എന്ന് പറയുന്നത് പോരാട്ട സംഘം. നമ്മൾ ചുരുങ്ങിയത് നിങ്ങൾ പറയുന്ന IS അതൊന്നും ഇപ്പൊ ഇല്ല. നിങ്ങൾ പറയുന്ന IS അതൊന്നും ഇപ്പൊ ഇല്ല. തിരുവനന്തപുരത്ത് നിന്ന് കഴിഞ്ഞ ദിവസം പിടിയിലായ സയ്യിദ് മുഹമ്മദ് ആദിലിന് IS ബന്ധം എന്ന ATS തൂക്കിയല്ലോ നാഥ. IS ഘടകം രൂപീകരിക്കാൻ ശ്രമം നടത്തിയെന്നും ഇതിന്റെ ഭാഗമായി സോഷ്യൽ മീഡിയയിൽ വ്യാപക പ്രചാരണം നടത്തി എന്നുമാണ് കണ്ടെത്തിയിട്ടുള്ളത്. എവിടെ IS ഉള്ളത്? നമ്മൾ ചുരുങ്ങിയത് ഡേറ്റയുടെ പൊളിറ്റിക്സ് ഒന്ന് മനസ്സിലാക്കണം. എവിടെ IS ഉള്ളത്? ഈ കുണോന്ന് വെച്ച എന്താ കുട്ടി എന്റെ പൊന്നോ ഒടുക്കത്താ. പിന്നെ ഏറ്റവും വലിയ പറയുന്നത് നിങ്ങൾ ചിരിച്ചോ? ചൂടാവാതെ സുഹൃത്തെ, അത് പഴയ കഥയാണ്. ഖുറാസാൻ മേഖല എന്ന് പറയുന്ന വളരെ ചെറിയൊരു പ്രദേശം. ഹമാസ് ഭീകരരിൽ നിന്ന് പിടിച്ചെടുത്തത് ISന്റെ കുടികളല്ലേ? ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കുന്നു? ഞാൻ രാജ, അവൻ സൂര്യൻ. ഞങ്ങൾ രണ്ടല്ല ഒന്നാ, ഒരൊറ്റ തന്തയ്ക്ക് പിറന്ന മക്കൾ. ഇപ്പൊ മനസ്സിലായോ? മനസ്സിലായി. ഒക്കെ ഒരു കയ്യാ. അവര് നുഴഞ്ഞു കയറാത്ത സ്ഥലങ്ങൾ ഏതാ ഉള്ളത്? താങ്കൾ ഹമാസിന് പോലും താങ്കൾ എന്താ പറയുന്നത്? അടിച്ചെന്നെ കന്യാൻ പൊട്ടിക്കും. അല്ല, ISന്റെ സ്വാധീനം ഇവിടെ ഈ കൊച്ചു കേരളത്തിൽ പോലും ഇല്ലേ? ISന്റെ സ്വാധീനം ഈ കൊച്ചു കേരളത്തിൽ പോലും ഇല്ലേ? ഈ തലയുടെ ഫാൻസാ ഞങ്ങള്. ആശാന്റെ ഗുസ്തി കണ്ട് ആദ്യം ആശാനോടായിരുന്നു ആരാധന. ആശാന്റെ മോനായതുകൊണ്ട് അല്പം ആരാധന തലയിലോട്ടും പോയി. അതൊരു തെറ്റാണോ ആശാനെ? നിങ്ങൾ എന്നിട്ട് പറയുന്നു IS എന്ന് പറയുന്നത് എവിടെയാ ഉള്ളതെന്നാ ചോദിക്കുന്നത്. ഇല്ല, ഇപ്പൊ ഇല്ല. IS ഇപ്പൊ സാന്നിധ്യമില്ല. അയ്യോ, യാഥാർത്ഥ്യമാണ് സാർ. പവനായി മരിച്ചു. ഇപ്പൊ ഇല്ല. കാഴ്ചയുടെ പ്രശ്നമാണ് അത് ഇന്നലത്തെ പൊളിറ്റിക്സാ. ഇന്നത്തെ ഞാൻ പറയുന്നത്. പിന്നെ താങ്കൾ പറയുന്നത് ഹമാസ് പോലും എന്താ? ഹമാസിന് ഞാൻ പറയട്ടെ, ഹമാസ് എന്ന് പറയുന്നത് ഹമാസ് പോലും എന്താ? ഹമാസ് എന്ന് പറയുന്നത് പോരാട്ട സംഘം. ഇപ്പൊ എന്താ പറഞ്ഞ? ഹമാസ് എന്ന് പറയുന്നത് പോരാട്ട സംഘം. അവരവരുടെ ഫലസ്തീൻ വിമോചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ വിമോചന സമരം രണ്ട് രീതിയിലുണ്ട്. ഇന്ത്യയിൽ ഗാന്ധി ചെയ്തത് അഹിംസയിലൂടെയുള്ള ഒന്നാണ്. അത് ഒഴിച്ചു നിർത്തിയ ലോകത്ത് മുഴുവനും സ്വന്തം രാജ്യത്തിന്റെ വിമോചനത്തിന് വേണ്ടി പിന്നെ ആയുധമെടുത്തും ശക്തി പ്രയോഗിച്ചു എന്ന് പറഞ്ഞ പോരാട്ടങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. ശരി, അപ്പോഴാണ്ട് ആയുധമൊക്കെ പഠിക്കുന്നത്. ഇന്ത്യയിൽ മാത്രം ഗാന്ധി എന്നൊരു മഹാത്ഭുതം അദ്ദേഹത്തിന് മാത്രമേ സാധിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് എല്ലാ സ്വാതന്ത്ര്യ സമരങ്ങളും സമാധാനപരമായിരിക്കും. അതിനർത്ഥമുണ്ടോ? സ്വാതന്ത്ര്യ സമരത്തിന്റെ കഥ ഇനി വിളമ്പിയാ ഞാൻ നിങ്ങളെ കൊല്ലും, നോക്കിക്കോ. അപ്പൊ ഇവർ ചെയ്യുന്ന എന്താ? ഹമാസ് അവർ ഫലസ്തീന വിമോചനത്തിന് വേണ്ടി അവരുടെ സ്വന്തം നാട് ഇസ്രായേൽ എവിടുന്ന് വന്നതാ? 1910 മുമ്പ് ഇസ്രായേൽ ഒരു രാഷ്ട്രമുണ്ടോ? ചരിത്രത്തിലൊക്കെ നല്ല പിടിപാടാണല്ലോ. 48 നിലവിൽ വരുന്നത്. അത് വേറെ വിഷയമാണ്. കഴിഞ്ഞപ്പോ അവർക്ക് കൊടുത്തൊരു സമ്മാനം നിൽക്കാണ് അറബികളെ നെഞ്ചത്തുണ്ടിട്ട്. താങ്കൾ പറഞ്ഞോണ്ടാ, താങ്കൾ ആ വിഷയം പറഞ്ഞതുകൊണ്ടാണ്. ഞങ്ങളിൽ ഒന്നിനെ തൊട്ടാലേ തൊട്ടവൻ നാളും. ഇപ്പൊ അവർ MM അക്ബറിന്റെ ആ ബുക്കിലുള്ള പരാമർശം ഹമാസിന് പോലും ഞങ്ങളൊക്കെ ഹമാസിന് ഭാഗം. താനാണ് ഇവിടുത്തെ നേതാവല്ലേ? അങ്ങനെയൊന്നുമില്ല. അതും വെച്ചിട്ട് വെളച്ചിലെടുത്താലുണ്ടല്ലോ തന്റെ കേന്ദ്രവും സ്റ്റേറ്റും കൂടെ ഞാൻ ഒന്നാക്കിക്കളയും, മനസ്സിലായോ? ഞാനൊക്കെ ശക്തമായിട്ട് ബാധിക്കും. കാരണം അവിടെ നിന്ന് ഭ്രഷ്ടരാക്കപ്പെട്ടതായ ജനതക്ക് അങ്ങോട്ട് തിരിച്ചു പോകേണ്ടതുണ്ട്. അവിടെ നിന്നും ഇവിടെ നിന്ന് തെക്കൻ അമേരിക്കയിൽ നിന്നും ബ്രസീലിൽ നിന്നും മറ്റിടത്തുനിന്നും മറിച്ചും കൊണ്ടുവന്ന് ജൂതന്മാരെ കൊണ്ടുവന്ന് കുടിയിരുത്തിയതിന്റെ ആവശ്യം എന്താ? കുറച്ച് വർഗീയത കൂടുതലുണ്ട്. അവരവിടെ സമാധാനപരമായി കഴിയുമ്പോൾ ഇവിടുത്തെ വടക്കൻ പറവൂരിന് വരെ പോയിന്. എന്നിട്ട് വടക്കൻ പറവൂരിൽ ആ സ്ത്രീകൾ ഇവിടെ വന്നോ ചോദിച്ചു, എന്താ നിങ്ങൾക്ക് അവിടെ പോരായികളുള്ളത്? ഞങ്ങൾക്ക് പച്ചത്തേങ്ങ അരക്കാൻ കിട്ടുന്നില്ല. എന്തൊരു മണ്ടൻ കഥ അയാൾ പറഞ്ഞത്. ആ നാട്ടുകാരായ ജനങ്ങളെ ബലം പ്രയോഗിച്ച് അറേബ്യൻ മരുഭൂമിയിലേക്ക് തള്ളി അവരുടെ വീടുകൾ കയ്യേറി അവിടെ താമസിക്കുക. ഞാൻ ഫലസ്തീൻ കാണാൻ പോയിട്ട് എന്റെ ഗൈഡ് ഒരു വീട് കാണിച്ചു തന്നു. അപ്പൊ ഞാനിങ്ങനെ പറ്റി ചോദിച്ചു, ആ വീട് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ചപ്പോ പറയാ, എന്റെ വീടാണ് അത്, കയ്യേറി ജൂതന്മാര് താമസിക്കാൻ. അല്ല പാവം അറിയങ്ങള് അവരൊക്കെ കയ്യേറിയിട്ട് ഇങ്ങനെ എന്നിട്ട് ഇവര് സുഖമായിട്ട് അല്ല, ഇത് ഹമാസ് വിഷയമല്ല ചർച്ച ചെയ്യുന്നത്. ഞങ്ങൾ കുറച്ച് ഇന്ത്യൻ പൗരന്മാർ ഇവിടെ ഉണ്ടെന്നുള്ളത് നീ മറന്നോ? പറയാനുള്ളത് തന്നെ കയ്യേറ്റക്കാരുടെയും ഹമാസിനെ പോലും താങ്കൾ പറഞ്ഞതുകൊണ്ട് ഇതൊക്കെ പറയേണ്ടി വന്നത്. എന്തൊരു സ്നേഹം!
ഹമാസ് എന്ന് പറയുന്നത് സ്വന്തം രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്ന ഒരു പോരാട്ട വീര്യമുള്ള ഒരു സംഘടന. അതിലെന്ത് തെറ്റുള്ളത്? ഓ, ഒരു തെറ്റുമില്ല. ശ്രീമാൻ മുരികച്ചോട്ടിൽ രമേശൻ നായരുടെ നാമധേയം ഇനിയെങ്കിലും ഗിന്നസ് ബുക്കിൽ വരേണ്ടതാണ് എന്നാണ് എന്റെ അഭിപ്രായം.